ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊന്ന് പീച്ചിയിലേക്ക് പോകാം കേട്ടോ. പീച്ചി ഡാമും. അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് കാർ പാർക്ക് ചെയ്ത് ഇവിടെ ബസ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ബസ്സിന് വരാനൊക്കെ സുഖമാണ്. അവിടുന്ന് ഒരു കുറച്ച് നടക്കാനുള്ളൂ. അവിടുന്ന് ഇതാണ് എൻട്രി. ഞങ്ങൾ പതുക്കെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ നടന്നു. ഇതിൻ്റെ കൂടെയുള്ള 3 ഗടികൾ, അതുപോലെ എന്താണ് ഞങ്ങളുടെ ആ ഒരു എൻട്രൻസ്. നല്ല രസമാണ് കേട്ടോ. വെള്ളം അങ്ങനെ ആയിട്ടില്ല, കുറവാണ്. അധികം മഴയെന്നുള്ള സമയത്തല്ല. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് എനിക്കിത് ആസ്വദിക്കാൻ പറ്റിയില്ല. ഈ വീഡിയോസൊക്കെ എടുത്ത് നടന്ന കാരണം ഇവിടെ നിന്ന് നോക്കാൻ നല്ല വ്യൂ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ അറ്റത്തേക്ക് പോകണം, അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകണം എന്നുള്ള ഒരു ടോപ്പിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ കൂടെയുള്ള സജനത്തേക്കും ഉണ്ടായിരുന്നു കേട്ടോ. വെച്ചാൽ നിങ്ങൾ പാർക്കിൽ ഊഞ്ഞാലൊക്കെ ആടി ഫുള്ള് തള്ളായിവാണ് കേട്ടോ. ഊഞ്ഞാലൊക്കെ ആടി അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല വിലയുണ്ട് കേട്ടോ, വേണമല്ലോ പറയുക. അത് കഴിച്ച് ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. പടികൾ എണ്ണിയിട്ടാണ് ഗൈസ് അരുണീച്ചും സജനത്തും നടക്കുന്നത്. നല്ല ടയേർഡും ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മുകളിലേക്ക് കയറാനുണ്ട്. ആ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ കാണാനുണ്ട് രസം. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രയാസപ്പെട്ടിട്ട് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കയറാം. ഞാൻ അങ്ങനെ പിന്നെ വിളിക്കുന്നുണ്ട്. അയ്യോ, അതിൻ്റെ മുകളിലേക്ക് എത്തണ്ടേന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ. അങ്ങനെ പതുക്കെ പതുക്കെ കയറി. എണ്ണി അരുണേച്ചി എണ്ണി കൊണ്ടേ കയറണത് കേട്ടാ. പറ്റണില്ല മക്കളെ, എനിക്ക് ഫോണും കൈ പിടിച്ചിട്ട് നടക്കാൻ പറ്റണില്ല. അങ്ങനെയായിരുന്നു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി, കൂടെയുള്ള ആളില്ലേ ഉണ്ട്. പിന്നെയും കയറാം. വേഗം പോരെ ഞങ്ങളിവിടെ എത്തി. ഞങ്ങളിവിടെ എത്തി. അവിടെ കുറേ പേര് ഫോട്ടോഷൂട്ടിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ രസം. ഇപ്പോഴാണൊന്ന് സമാധാനമായത്. ഇവിടെ ചെന്ന് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങാണ് കേട്ടോ. മതി, ഇനി ഇറങ്ങാമെന്നാണ് പറയണത്. നല്ല റെസ്റ്റ് എടുക്കേണ്ട സമയമായിട്ടുണ്ട്. അടുത്ത വിശപ്പ് തുടങ്ങിയിട്ട് കഴിച്ച് ഞങ്ങൾക്ക്. ഞങ്ങളിവിടുന്ന് ഇറങ്ങി. നല്ല ഭംഗിയുണ്ടല്ലേ. എങ്ങനെയാണ് പീച്ചി ഡാം കാണേണ്ടത് കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എത്ര ഒരു വ്യൂ ഇല്ല. അതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പോഴാണ് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റണം. ഞങ്ങൾ എണ്ണീട്ട് പിന്നെ ഇറങ്ങിയതിട്ടാ. ഞങ്ങൾ താഴത്ത് വന്നു. പിന്നെയും പോയി ഒരു ഐസ്ക്രീം കഴിച്ചു. എന്താ ടേസ്റ്റ്. പലരും പല ഫ്ലേവറാട്ടോ. ബില്ലടയ്ക്കാൻ നേരത്തൊന്നും എല്ലാവരും കണ്ണു കുറിച്ചു. അതിന് ശേഷം അങ്ങോട്ട് പോയ പോലെ അല്ല കേട്ടോ. തിരിച്ച് വരുമ്പോൾ നല്ല രസമില്ലേ എല്ലാവരെയും കാണാൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തൊരു വ്യൂ ഉണ്ടായിരുന്നു. ഒരു കായൽ പോലത്തെ നല്ലൊരു സ്ഥലം കേട്ടോ. അവിടെ ഞങ്ങൾ പോയി. അവിടെ ഒന്ന് കണ്ട്. അവിടെ മീൻപിടുത്തക്കാരൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ യാത്ര. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.